മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ സ്റ്റഡിയായി അല്ലെങ്കിൽ ആ ദിവസത്തിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുവല്ലോ. അല്ലെങ്കിൽ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. പ്രതിയാൽ രോഗത്തിലൂടെ കടന്നു പോകുന്ന പ്രതിയാൽ ദേവദാസൻ സാം വർഗീസിന്റെ പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ICUവിലായിരിക്കുന്ന ദാസൻ അത് നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ സാറ്റർഡേ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ആ പ്രിയ മാതാവിനെ ദൈവം സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ഇന്ന് പുതിയ ഒരു ലേഖനം പഠിക്കുകയാണല്ലോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം. കടന്നു വന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രതിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചെറുപ്പക്കാരായ നിങ്ങൾ ബൈബിൾ വചന പഠനത്തിന് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളെ ദൈവം ഓർക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരമാർത്ഥ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ആരെയും ദൈവം അതിൽ തള്ളിക്കളയത്തില്ല. നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, ഉൾപ്പുകളെ അറിയുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്ക് അറിയാം. ഇത് ക്യൂൻ ഓഫ് എപ്പിസൽസ് എന്നാണ് ഈ ലേഖനത്തെ കുറിച്ച് പറയുന്നത്. ലേഖനങ്ങളുടെ റാണി എന്നാണ് ഈ ലേഖനത്തെ കുറിച്ച് പറയുന്നത്. ഏറ്റവും ഈടുറ്റ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒന്നാണ്. ഇത് പറയുവാൻ കാരണം പൗലോസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ലേഖനം എഴുതിയതെന്ന് ഇത് നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരൊക്കെയും അത് അഭിപ്രായപ്പെടുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ്. ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം എടുത്ത് കൂടുതൽ സമയം എടുക്കാണ്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബൈബിളിലെ 49 പുസ്തകം, അധ്യായങ്ങൾ 6, വാക്യങ്ങൾ 155 വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ ഏകദേശം AD 60 റോമൻ കാരാഗൃഹത്തിൽ വെച്ച് എഫേസ്യ ലേഖനം എഴുതിയെന്ന് കണക്കാക്കപ്പെടുന്നു. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സഭയാകുന്ന ശരീരത്തിന്റെ തലയാണ് ക്രിസ്തു എന്ന് ഇതിനകത്ത് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് ആ ഒരു വാക്യം ഒന്ന് വായിക്കുന്ന അനുഗ്രഹമായിരിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ക്രിസ്തു സഭയുടെ തല. അപ്പം അതാണ് ഈ ലേഖനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ഈ ലേഖനത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്ന അവിടെയാണ്. അല്ലെങ്കിൽ സഭയാകുന്ന ശരീരത്തിന്റെ തലയാകുന്ന കർത്താവ്. ഇതിനെ നമ്മൾ സബ് ടൈറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 3-ാം അധ്യായം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. 4-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 17 വരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയുടെ നടപ്പും ശുശ്രൂഷയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ 5-ാം അധ്യായം 18 മുതൽ 6-ാം അധ്യായം 20 വരെ പഠിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നിറഞ്ഞ വിശ്വാസിയുടെ നടപ്പും പോരാട്ട ജീവിതവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 6-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ സമാപനവും പൗലോസ് അഭിവാദനം ചെയ്യുന്നതൊക്കെയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്കറിയാം, പൗലോസിന്റെ 1-ാം മിഷണറി അല്ലെങ്കിൽ 1-ാമത്തെ റോമൻ കാരാഗൃഹത്തിലായിരുന്ന സമയത്താണ് ഈ 4 കാരാഗ്രഹ ലേഖനങ്ങളും എഴുതിയത്. AD 60-നും 62-നും ഇടയിലാണ് എഴുതിയത്. നമുക്കറിയാം എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം. ഈ ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമാണ് എഫേസ്യർ ലേഖനം എന്ന് കണക്കാക്കപ്പെടുന്നു. നമുക്കറിയാം, പ്രാചീന കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഡയാന ദേവിയുടെ അല്ലെങ്കിൽ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം എഫെസോസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു വലിയ പട്ടണമായിരുന്നു. വളരെ ബൃഹത്തായ ഭയങ്കര വലിയൊരു വാണിജ്യ നഗരമായിരുന്നെന്ന് എഫെസോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും. മന്ത്രവാദത്തിന്റെയും വിഗ്രഹാരാധനയുടെയും
കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. പൗലോസ് ഏകദേശം 3 വർഷം താമസിച്ച് സുവിശേഷ പ്രചാരണം നടത്തുകയുണ്ടായി. തൽഫലമായി എഫെസോസിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ദൈവവചനം പരക്കപ്പെടുകയും എഫെസോസും എഫെസോസ് കൂടാണ്ട് അതിന് ചുറ്റുപാടും പല സഭകൾ ഉടലെടുക്കുവാൻ ഇടയായി. ഇതിനെ വചനത്തിൽ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഏഷ്യ മൈനറിലാണ് ഈ സഭകളൊക്കെ ഉണ്ടായത്, എഫെസോസും അതിന് ചുറ്റുപാടുമുള്ള സഭകൾ. അപ്പം ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ലോകത്തില് തുർക്കിയിലാണ് ഈ സ്ഥലങ്ങൾ. ഏറ്റവും കൂടുതൽ പൗലോസ് സഞ്ചരിച്ച് സുവിശേഷ പ്രചാരണം നടത്തിയ സ്ഥലങ്ങൾ തുർക്കിയാണ്. ഇപ്പം നമുക്കറിയാം തുർക്കിയുടെ അവസ്ഥകളൊക്കെ. നമ്മൾ ആ രാജ്യത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കാതെ ആ ദേശത്ത് അവിടെ ആ ഏഷ്യ മൈനറിലുള്ള സഭകൾക്കാണ് യോഹന്നാന് ദൈവം പത്മോസിലായിരുന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന്റെ ദൈവം ആത്മാവിൽ വെളിപ്പാട് നൽകുന്നത്. ആ സഭകൾക്കാണ്, അവിടെയുള്ള 7 സഭകൾക്ക്, ആ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കാണ് അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം, അല്ലെങ്കിൽ യോഹന്നാൻ കർത്താവ് ദൂത് നൽകുന്നത് യോഹന്നാനിലൂടെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട സഭകളായിരുന്നു അതെന്ന്. യോഹന്നാൻ അവിടുത്തെ ആ എഫെസോസ് സഭയിലെ, അല്ലെങ്കിൽ അവിടുത്തെ ബിഷപ്പായിരുന്നു. തിമോത്തിയോസും ആ എഫെസോസിലെ സഭയിലെ ബിഷപ്പായിരുന്നു. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ 7 സഭകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു. അപ്പൊ ആ സഭകളെയാണ് അവർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. അവിടെ ഉണ്ടായിരുന്ന സഭകളെ നമുക്കറിയാം: എഫെസോസ്, സ്മിർന, പെർഗമസ്, തുയതൈരിയ, സർദിസ്, ഫിലഡൽഫിയ, ലവോദിക്യ. അപ്പം ഈ സഭകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനങ്ങൾ എഴുതിയതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കൂടാണ്ട് നമുക്കറിയാം ഈ സഭകളെ കുറിച്ച് റെവലേഷനിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഫിലഡൽഫിയ സഭയ്ക്ക് മാത്രമേ കുറ്റം ദൈവം പറയാതിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സഭകളെയും കുറിച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദമാക്കുന്നില്ല. നമുക്കറിയാം, അതൊക്കെ നമ്മൾ റെവലേഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നതാണ് ഈ ലേഖനത്തിലെ പ്രധാന വിഷയമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലക്ഷ്യം, ഈ ലേഖനം എഴുതിയതിന്റെ ലക്ഷ്യം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ സ്വഭാവം എന്താണെന്ന് വിശദീകരിക്കുക. എന്തായിരിക്കണം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്കുണ്ടാകേണ്ട സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് പൗലോസ് ഇതിൽ കൂടെ വ്യക്തമാക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച ഗലാത്യ ലേഖനത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങൾ നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ എബ്രായ ലേഖനമാകട്ടെ, കൊരിന്ത്യരാകട്ടെ, റോമൻ ആകട്ടെ, ഓരോ ലേഖനങ്ങൾ നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്കറിയാം അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കും. അതിനെ അഡ്രസ്സ് ചെയ്താണ് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നത്. നമ്മൾ നേരത്തെ ഗലാത്യ ലേഖനം എടുത്ത് പഠിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സുവിശേഷം അല്ലെങ്കിൽ ദുരുപദേശം, അതിനെ ഖണ്ഡിക്കുക, അവർ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോയത് കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ പൗലോസ് വളരെ വേദനയോടെ ലേഖനം എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് സഭയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതല്ല. ഇത് ദൈവസഭ എന്തായിരിക്കണം, അല്ലെ ക്രിസ്തു ദൈവസഭയിൽ എന്താണ്, അപ്പൊ അതിനെ, അല്ലെങ്കിൽ ആ വിഷയത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആഗോള വേൾഡ് വൈഡ് ചേർച്ചിന് ഇത് അനുഗ്രഹമാണ്. ഇത് ഇന്നൊരു സഭയ്ക്ക് വേണ്ടി എഴുതിയെന്നുള്ളതല്ല, എഫെസോസിലുള്ളവർക്ക് വേണ്ടി എഴുതി അയച്ചെങ്കിലും ഇത് നമുക്കും, ഇത് ലോകത്തിലെല്ലാവർക്കും, അല്ലെ ആ ദൈവസഭയ്ക്ക് ഇത് അനുഗ്രഹമാണ്. എന്താണ് ക്രിസ്തു, അല്ലെങ്കിൽ ദൈവസഭ എന്താണ്, ക്രിസ്തു എന്താണ്, ദൈവസഭ, ക്രിസ്തു എന്ന സഭ അല്ലെങ്കിൽ ക്രിസ്തു എന്ന തല ദൈവസഭയിലേക്ക് അല്ലെ അതിൻ്റെ വളർച്ച, അല്ലെങ്കിൽ നമ്മൾ ഓരോ അവയവങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയുടെ സ്വഭാവം എപ്രകാരമായിരിക്കണമെന്ന് പൗലോസ് വളരെ ശക്തമായി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. തീർച്ചയായും വളരെ ക്രമീകൃതമായിട്ട് ഈ ലേഖനം എഴുതിയിരിക്കുന്നു. ഇവിടെ ഇവിടെ എന്താണ് വെളിവാക്കുന്നത്? സത്യസഭ എന്താണ് കർത്താവ് ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മം, അത് എന്താണെന്ന് ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. നമ്മളും ദൈവസഭയുടെ അംഗങ്ങളാണ്. കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭയുടെ അംഗങ്ങളായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ലോകമെമ്പാടും
അല്ലെങ്കിൽ ദൈവസഭകളുണ്ട്. എന്നാൽ ആ സഭ എപ്രകാരമായിരിക്കണം, ആ സഭയിലെ ഓരോ അംഗങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ളത് വളരെ ശക്തമായി, വളരെ ക്രമീകൃതമായി ഈ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിൽ 3 പ്രധാന വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന്, കൃപയാൽ വിശ്വാസിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവി. അപ്പോൾ ദൈവം നമ്മളെ ദൈവകൃപയിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളെ അടുപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒരു പദവിയുണ്ട്, അത് അത്യുന്നതമായ പദവിയാണ്. അത് എന്താണെന്ന് ഇവിടെ പഠിപ്പിക്കുന്നു, ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ചുള്ള സത്യം ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നു. പിന്നെ വിശ്വാസിയുടെ ഉന്നത പദവിക്ക് അനുസൃതമായ ഒരു ജീവിതം, അല്ലെങ്കിൽ ദൈവം നമുക്ക് ആ ഉന്നത പദവി നൽകി, അല്ലെങ്കിൽ ആ റോയൽ സിറ്റിസൺഷിപ്പ് നമുക്ക് നൽകിയെങ്കിൽ അതിനനുസൃതമായ ഒരു ജീവിത രീതി നമ്മൾ കാഴ്ചവെക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് എന്താണെന്ന് ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നു. ഈ ലേഖനം നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകവുമായി ഇതിന് വളരെ സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നുവെച്ചാൽ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്ത നാടായ കനാനിലെ അനുഗ്രഹങ്ങൾക്ക് തുല്യമാണ് ഇന്ന് വിശ്വാസിയുടെ ആത്മീയ അനുഗ്രഹം. അപ്പോൾ അന്ന് കനാൻ ദേശത്തിൽ അവർ കടന്നു, അവർക്ക് ദേശം വിഭാഗിക്കപ്പെട്ട് നൽകി, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവർ അനുകാരികളായി തീർന്നു, അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തു. അത് ആക്ഷരികമായി നോക്കിയാൽ നമുക്ക് അവർ ആക്ഷരികമായി യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ പക്ഷെ നമുക്കെല്ലാം ആത്മീകമാണ്, ആത്മീയ അനുഗ്രഹങ്ങളാണ് അല്ലെ പുതിയ നിയമ വിശ്വാസിക്ക് ദൈവം വെച്ചിരിക്കുന്നത്. അവർ യുദ്ധം ചെയ്തതൊക്കെ ആക്ഷരികമായിരുന്നു. എന്നാൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത്, നമ്മളും പോർക്കളത്തിലാണ്, പോരാട്ട ജീവിതമാണ് ഇത്, വിശ്വാസ ജീവിതമാണ്. ഇതിൽ നമുക്ക് പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ പോർപൊരുതാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഹല്ലേലൂയ, അവർ കൈവശമാക്കിയത് അപ്രകാരമാണെങ്കിൽ നമ്മൾക്ക് ആത്മാവിൽ യുദ്ധമുണ്ട്. എന്തോത്തിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്? നമുക്ക് അല്ലെ ജഡത്തിനോട്, അല്ലെ ഈ ലോകത്തിനോട്, അല്ലെ പാപത്തോട്, അല്ലെ പിശാചിനോട് നമുക്ക് യുദ്ധമുണ്ട്. അതെപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ, ഒരു ദൈവവേദൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നത് വരെയും ആ പോരാട്ടമുണ്ട്. അല്ലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതൊക്കെയും ഈ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അല്ലെ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അല്ലെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. അപ്പം ഇതിനോടൊക്കെ നമുക്ക് പോരാട്ടമുണ്ട്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അല്ലെ ആത്മ കണ്ണുകളാൽ നമുക്കറിയാം. അല്ലെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുന്നത്, ആത്മാവിൽ നമ്മൾ പോരാടുന്നത്, അല്ലെ ആ ചില വിഷയങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മൾ അത് പോരാട്ടം, നമ്മൾ ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒക്കെ ഇടിവ് നിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഈ വചനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഈടുറ്റതാണ്. നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാണ്. ഇത് വായിച്ച് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്കും അതിൻ്റെ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നമുക്ക് ഒരുമിച്ച് അത് അനുഗ്രഹമായി തീരട്ടെ. ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി സഹായിക്കട്ടെ, നമ്മുടെ തലമുറകളിൽ പകരട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു രാജ്യത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ പോർപൊരുതണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ജഡീകമായ സ്വഭാവങ്ങൾ, ജഡീക ശക്തികൾ, അതേപോലെ തലമുറകളൊക്കെയും നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നമ്മൾ കൃപയിൽ നിൽക്കുന്നവൻ എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോട്ടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്യോന്യം ഭാരങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് ആർക്കും നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അനേകർ നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവകൃപയിൽ നിലനിൽക്കുന്നത്. നമ്മൾ വീണു പോകാതിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ നടത്തിയ ഭക്തന്മാർ, അല്ലെങ്കിൽ ദൈവസഭ ഒക്കെ അപ്പൊ ദൈവസഭയുടെ പ്രാർത്ഥന എപ്പോഴും അനുഗ്രഹമാണ്. ഈ പറയുന്ന നമുക്ക് ആർക്കും ദൈവകൃപയില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. ആരെ വീഴുന്നേണ്ടി വന്ന് നോക്കിയാ ശത്രു നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, മറ്റുള്ളവരോട് നമുക്ക് കരുണയുണ്ടായിരിക്കണം, ദയ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, നമ്മൾ ആരും ശക്തന്മാരല്ല, എന്നാൽ നമ്മളെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി. അപ്പം നമ്മൾ അന്യോന്യം പ്രാർത്ഥിപ്പാൻ, അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാ. അത് നമ്മൾ വിശ്വസ്തരായി ചെയ്യുവാൻ ദൈവം കൃപ തരട്ടെ. അപ്പോൾ എഫേസ്യ ലേഖനം മൊത്തത്തിലെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നമ്മുടെ ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
ഇതിനെ ഈ 1 മുതൽ 6 വരെയുള്ള അധ്യായത്തെ നമുക്ക് രണ്ടായി വിഭാഗിച്ച് പഠിക്കുവാൻ കഴിയും. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് ബിലീഫിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം 4 മുതൽ 6 വരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ബിഹേവിയർ, നമ്മുടെ ജീവിത ശൈലി, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രം, നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നമുക്ക് ജീവിതം നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസമില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വിശ്വാസവും വേണം, നമ്മുടെ ബിഹേവിയറിലും അല്ലെങ്കിൽ വിശ്വാസത്തിൽ കൂടെ അല്ലെങ്കിൽ വചന പഠനത്തിലൂടെ, വചന കേൾവിയിലൂടെ, വചനപ്രകാരം നമ്മുടെ ജീവിത രീതിയെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഉപദേശപരമാണ്, ഡോക്ട്രിൻ ആണ് പഠിപ്പിക്കുന്നത്. എന്നാൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടീസ്, നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ വാട്ട് വി ആർ സേവ്ഡ് ബൈ, എന്തിനാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നു. 4 മുതൽ 6 വരെ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് വി ആർ സേവ്ഡ് ഫോർ, എന്തിനു വേണ്ടിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് 4 മുതൽ 6 മുതലുള്ള അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. 4 മുതൽ 6 വരെയുള്ള കാര്യങ്ങളിൽ വീണ്ടെടുപ്പ് മുഖാന്തരമുണ്ടായ നമ്മുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണം, ആ വീണ്ടെടുപ്പിനോടുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കുന്നുവെന്ന് പഠിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ 1 മുതൽ 3 കഴിഞ്ഞ് 4 മുതൽ 5 വരെയൊക്കെ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. എന്തുകൊണ്ടെന്നാൽ അവിടെ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ, കീഴടങ്ങുവിൻ, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഞാൻ പൊതുവിൽ പറയുക, എത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആയിരിക്കും, നമ്മളെ തന്നെ ശോധന ചെയ്യാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില കുടുംബങ്ങളിലേക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കട്ടിയായിട്ട് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പാലിക്കുവാൻ ഒരു പ്രയാസമായി തോന്നത്തില്ല. ആ വിശ്വാസത്തിൽ നിന്ന് ആ പ്രവൃത്തിയിലേക്ക് കടന്നു വരുവാൻ കഴിയും. അപ്പം ദൈവവചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ചിലതെടുത്ത് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെയും ചില വിയോജിപ്പുകളൊക്കെ പലയിടത്തുനിന്നും പല കുടുംബങ്ങളിലൊക്കെ കടന്നു വരാം. എന്നാൽ നമ്മൾ ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വളരെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രയാസമായി തോന്നുവാൻ ഇടയാകത്തില്ല. നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുണ്ട്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണം എത്രത്തോളം ഉണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ പ്രയാസം, പക്ഷെ എന്നാൽ അവരും ദൈവവചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ദൈവവചനത്തിലേക്ക് അവർ വേരൂന്നിയാൽ ഇതൊരു പ്രയാസമായി തീരുവാൻ ഇടവരത്തില്ല. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രോഗ്രഷൻ ഇൻ എഫിഷ്യൻസ്. അപ്പം ഇതിൻ്റെ എന്താ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോറായിട്ടുള്ള വേഴ്സസ് അല്ലെങ്കിൽ വാക്യങ്ങൾ എടുത്ത് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ. നമ്മുടെ ഈ 1-ാം അധ്യായം മുതൽ 6 വരെയുള്ള പ്രോഗ്രസ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ പൗലോസ് ഇതിനെ പ്രോഗ്രസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എപ്രകാരമാണ് അദ്ദേഹം അതിൻ്റെ പുരോഗതി അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ പുരോഗതി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം പറയുന്നത് സിറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ വാക്യം നമുക്ക് വായിക്കാം. എഫേഷ്യൻസ് 2:7. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുന്ന പറയുന്നത്. അപ്പൊ ആ 11 വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ആദ്യം നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവിനോട് കൂടെ നമ്മൾ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ട് നമ്മളെ സ്വർഗസ്ഥലത്ത് ഇരുത്തി. അപ്പൊ ആദ്യം അതിന്റെ പ്രോഗ്രഷൻ തുടങ്ങുന്നത് സിറ്റിംഗ്, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് തുടക്കുന്നത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വർഗസ്ഥലത്ത്
ഇരുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ എവിടെയാ ഇരുത്തിയിരിക്കുന്നതെന്നുള്ള, നമ്മൾ എവിടെയാണ് സീറ്റഡ്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ സിറ്റ് ചെയ്യുന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനോട് കൂടെ സ്വർഗസ്ഥലത്താണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവിടെ നിന്നാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. പിന്നെ വാക്കിംഗ്, നടക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 4:1 പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. അപ്പൊ നമ്മളെ വിളിച്ച ഒരു വിളിയുണ്ട് കർത്താവ്, അല്ലെ? അതുകൊണ്ട് പറയുന്നത്, നമ്മളെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ മറന്നുപോകല്ലോ. നമ്മളെ സ്വർഗീയ വിളിയാൽ, അത്ര സ്നേഹത്താലാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ആ വിളിയാലുള്ള ആശ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നമ്മൾ നടക്കണം. അപ്പൊ ആദ്യം ദൈവം നമ്മളെ സ്വർഗസ്ഥലത്തിലേക്ക് വിളിച്ച് ഇരുത്തി. ഹല്ലേലൂയ. പിന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ, കർത്താവ് നടന്നതുപോലെ, അല്ലെങ്കിൽ കർത്താവിന് യോഗ്യമാം വണ്ണം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മുടെ നടപ്പെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം അല്ലെ കർത്താവിൻ്റെ കാൽച്ചുവടുകളിലായിരിക്കണം, കർത്താവിൻ്റെ പിൻപേ ആയിരിക്കണം നമ്മുടെ യാത്ര. അല്ലെ നമ്മുടെ വഴി, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ? അപ്പോൾ ഈ വഴിയിൽ കൂടെ കടന്നു പോകാൻ ഇച്ചിരി പ്രയാസമാണ്. ഹല്ലേലൂയ. അല്ലെ കർത്താവ് നമുക്ക് മുമ്പേ കടന്നുപോയ പാതയാണ്. ഹല്ലേലൂയ. ഇതില് കല്ലും മുള്ളും അല്ലെ ഒക്കെ കാണാം. ഹല്ലേലൂയ. അല്ലെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അല്ലെ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതലേ, നീ കർത്താവിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവവൈതലാണോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഉണ്ടെങ്കിലും അവന്റെ പിന്നാലെ കടന്നുപോയ ആരെയും അവൻ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. അവൻ നമ്മളെ മറന്നു കളയുന്ന കർത്താവല്ല. ഹല്ലേലൂയ. നീ അവന് വേണ്ടി അല്ലെ കഷ്ടത സഹിപ്പാൻ, അവന്റെ പിന്നാലെ ഹല്ലേലൂയ കാൽച്ചുവടുകൾ വെക്കുവാൻ, ഹല്ലേലൂയ, നീ അല്ലെ നേരോടെ നീ ഹല്ലേലൂയ പരമാർത്ഥതയോടുകൂടിയാണ് നടക്കുന്നതെങ്കിൽ, അല്ലെ അവൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അവൻ അല്ലെ നിന്നെ അതിൽ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. നിന്റെ നന്മയെ ആരും പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അല്പകാലത്തേക്കുള്ള കഷ്ടത അത് ഹല്ലേലൂയ അനവധി നന്മയായി അല്ലെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എന്തോ യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ, അപ്പം നമ്മൾ ക്ഷമയോടെ, ഹല്ലേലൂയ, ക്ഷമയോടെ നമ്മൾ നടക്കുകയാണെങ്കിൽ, അല്ലെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെ അവൻ്റെ പിന്നാലെ അല്ലെ നമ്മൾ നടക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി തീരും. നമ്മളെ നോക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ, നീ ദൈവത്തിന് വേണ്ടി നടക്കുന്നു, നീ ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുന്നു, എന്നാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്ന പലരുണ്ടായിരിക്കാം. എന്നാൽ അല്ലെ കർത്താവിന് പിന്നാലെ നീ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്നെ ഓർക്കുന്ന ദൈവമാണ്, നിന്നെ സഹായിക്കുന്ന, നിന്നെ മറന്നു കളയാത്തൊരു കർത്താവ് ഇന്നുണ്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. പിന്നെ സ്റ്റാൻഡ് ഫോം, ഉറച്ചു നിൽക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 6:13 അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അപ്പം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ, കർത്താവിനോടുകൂടി നടക്കുന്നുവെങ്കിൽ മാത്രമേ അവസാന അധ്യായത്തിൽ പറയുന്നത് അല്ലെ ഉറച്ചു നിൽക്കുവാൻ, അല്ലെ സർവായുധ വർഗം എടുത്ത് അല്ലെ പോരാടുവാൻ, നമ്മൾ ആ ഉറപ്പിലേക്കൊക്കെ ചെല്ലണമെങ്കിൽ അല്ലെ കർത്താവിനോടുകൂടി ഇരിക്കണം. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇപ്രകാരം അവർക്ക് എന്ത് പ്രതികൂലം വന്നാലും അവർ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ അവർ കർത്താവിനോട് കൂടെ ഇരുന്നവരാണ്, അവർ കർത്താവിനോട് കൂടെ നടക്കുന്നവരാണ്. അല്ലെ അവരെന്ത് പ്രതികൂലം കടന്നു വന്നാലും അല്ലെ ആഴത്തിൽ കുഴിച്ച് അല്ലെ പാറമേൽ അടിസ്ഥാനമിട്ട ആ വീട് പോലെ ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇതിന്റെ ഔട്ട്ലൈനിലേക്ക് ഒന്നും കൂടെ ഒന്ന് കടന്നു പോകുന്നു. വേഗത്തിൽ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 1 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആണ്. അവിടെ അഭിവാദ്യം അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് പറയുന്നു. ഹല്ലേലൂയ. പിന്നെ ഇനി അങ്ങോട്ട് പറയുന്നു, ഇനി 1 മുതൽ 3 വരെ അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, വിശ്വാസത്തെക്കുറിച്ചാണ്, നമ്മുടെ ബിലീഫിനെ. അപ്പം അല്ലെ 1-ാം അധ്യായം 3 മുതൽ 3-ാം അധ്യായം 23 വരെ ബിലീവേഴ്സ് പൊസിഷൻ
ഇൻ ഹല്ലേലൂയ ബിലീവേഴ്സ് പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ഒരു വിശ്വാസിയുടെ ക്രിസ്തുവിലുള്ള പൊസിഷനെയാണ് ഹല്ലേലൂയ 1 അധ്യായം 3 മുതൽ 3 അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ആ പൊസിഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ ഒരിക്കലും ശരിയാകത്തില്ല. ഹല്ലേലൂയ. കർത്താവിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയിൽ വ്യത്യാസം ഉണ്ടാകത്തുള്ളെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ ബിലീവേഴ്സിന്റെ ജീവിതത്തിലുള്ള ഹല്ലേലൂയ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ബ്ലെസ്സിങ്സിലേക്ക് ദൈവം നടത്തുന്നതിന് വേണ്ടി ദൈവം എന്താ നമുക്ക് വേണ്ടി ചെയ്തത് അതുകൂടെ പറയുന്നു. നമ്മളെ ആരാ തെരഞ്ഞെടുത്തത്? ചോസൺ ബൈ ദ ഫാദർ. അത് 1 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ പിതാവ് അല്ലെങ്കിൽ സ്വർഗീയ പിതാവാണ് നമ്മളെ തെരഞ്ഞെടുത്തതെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് എത്ര വലുതാണ് അല്ല, അതിനുവേണ്ടി പിതാവാണ് നമ്മളെ അല്ല തെരഞ്ഞെടുത്തത്. ആൻഡ് ദെൻ റെഡീംഡ് ബൈ ദ സൺ, അല്ലെങ്കിൽ ഈ പുത്രനാണ് നമ്മളെ വീണ്ടെടുത്തത്. അതിനുവേണ്ടി കർത്താവ് തൻ്റെ പുത്രൻ എത്രത്തോളം കഷ്ടത സഹിച്ചെന്ന് നമുക്കറിയാം. അല്ലെ, തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നു. അത് 1 അധ്യായം 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, നമ്മളെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആ അന്ത്യനാളിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തിരിക്കും. അപ്പൊ കർത്താവ് പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തു, പുത്രൻ അതിനുവേണ്ടി വില കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പ്രൊവിഷൻ, അല്ലെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പൊസിഷൻ എവിടാന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൽ നമ്മൾ തെരഞ്ഞെടുത്തുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോള് അല്ലെ ഒരു ഇന്റർസെസറി പ്രെയർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിവൈൻ വിസ്ഡം ആൻഡ് എൻലൈറ്റ്മെന്റ്, അല്ലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ആ ഡിവൈൻ എൻലൈറ്റ്മെന്റ് ലഭിക്കുവാൻ, സ്വർഗീയ ജ്ഞാനത്തിലേക്ക് അവരെ നമ്മൾ ഇത് മനസ്സിലാക്കി ആ ദൈവകൃപയിൽ മുന്നേറുവാൻ 1 അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. പൗലോസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുമായുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് എത്ര ശക്തമായിട്ടാണ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് വേണ്ടി ദൈവിക പ്രകാശനം, ദൈവിക ജ്ഞാനം, ദൈവകൃപ അനുഭവിപ്പാൻ അദ്ദേഹം അത് പ്രാപിച്ചു, അത് മറ്റുള്ളവർ പ്രാപിക്കുവാനായിട്ട് അദ്ദേഹം ഇവിടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അടുത്തത് ഹല്ലേലൂയ ദ ചേർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 2 അധ്യായം 1 മുതൽ 3 അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന് സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പിന്നെ റേസ്ഡ് ടു ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് സീറ്റഡ് വിത്ത് ഹിം ഇൻ ഹെവൻലി പ്ലേസസ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ 2 അധ്യായം 1 മുതൽ 10 വരെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. പിന്നെ റിക്കൺസിലിയേഷൻ വിത്ത് ജീസസ് ആൻഡ് ജെന്റൈൽസ്. യഹൂദന്മാരും അല്ലെങ്കിൽ യവനന്മാരും അല്ലെങ്കിൽ യഹൂദന്മാരും ജാതികളുമായിട്ട് ഐക്യതയിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ഉള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ജാതികൾ ഒരുമിക്കുന്നത്, അല്ലെങ്കിൽ ഐക്യതയിലേക്ക് നയിക്കപ്പെടുന്നത്, ജാതികളും യഹൂദന്മാരും ഐക്യതയിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങൾ 2 അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. പിന്നെ ദ മിസ്റ്ററി ഓഫ് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മർമ്മം ദൈവസഭയിലൂടെ വെളിപ്പെടുത്തുന്നു. അതാണ് 3 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും
ഇന്റർസെസറി പ്രെയർ ആണ്, അല്ലെങ്കിൽ ഫോർ സ്പിരിച്വൽ സ്ട്രെങ്തിന് വേണ്ടി പോള് പിന്നെയും ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-ാം അധ്യായം 14 മുതൽ 20, ഞാൻ അതൊന്നും വായിക്കുന്നില്ല ദൈവമക്കൾ, നമ്മളത് പിന്നെയും പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുകയാണ്. ഇത് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച്, 2-ാം അധ്യായത്തിൽ ഇത് വിശ്വാസമാണ്. തുടർന്ന് ബിഹേവിയറിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്നുള്ളതാണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 4-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസി ലോകത്തിൽ എപ്രകാരമായിരിക്കണം ആ വിശ്വാസിയുടെ സ്വഭാവമെന്ന് പഠിപ്പിക്കുന്നു. ദ ബിലീവേഴ്സ് കോണ്ടക്ട് ഇൻ ദ വേൾഡ്, 4-ാം അധ്യായം 1 മുതൽ 6-ാം അധ്യായം 20 വരെ. അവിടെ അതിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ, വാക്കിംഗ് ഇൻ യൂണിറ്റി വിത്ത് അതർ ബിലീവേഴ്സ്, മറ്റുള്ള ബിലീവേഴ്സുമായിട്ട് നമ്മൾ എപ്രകാരം ഐക്യതയിൽ ജീവിക്കണമെന്ന് 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. വാക്കിംഗ് ഇൻ പ്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി എപ്രകാരം ജീവിക്കണമെന്ന് 4-ാം അധ്യായം 17 മുതൽ 5-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. പുട്ടിങ് ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് പുട്ടിങ് ഓൺ ദ ന്യൂ മാൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിനെ ധരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് 4-ാം അധ്യായം 17 മുതൽ അതിൻ്റെ 32-ാമത്തെ വാക്യങ്ങൾ വരെ പഠിപ്പിക്കുന്നു. വാക്കിംഗ് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുന്നതിനെ കുറിച്ച് 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. വാക്കിംഗ് ഇൻ ലൈറ്റ്, അല്ലെ വെളിച്ചത്തിൽ നടക്കുന്നതിനെ കുറിച്ച്, അല്ലെ കർത്താവ് വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പറഞ്ഞത് കർത്താവാകുന്നു, അല്ലെ നമ്മളും ലോകത്തിന്റെ വെളിച്ചമാണ്. കർത്താവിന് നമുക്ക് വെളിച്ചം ലഭിച്ചെങ്കിൽ അല്ലെ മറ്റുള്ളവരിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു കാണുവാൻ കഴിയും. വാക്കിംഗ് ഇൻ വിസ്ഡം, ദൈവിക ജ്ഞാനത്തിൽ നടക്കുന്നതിനെ കുറിച്ച് 5-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഗോഡ്ലി സബ്മിഷൻ ഇൻ റിലേഷൻഷിപ്സ്, അല്ല അത് ഗോഡ്ലി സബ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് എങ്ങനെയായിരിക്കണം, അവർ എപ്രകാരം തങ്ങളെ തന്നെ സമർപ്പിച്ച് ആ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണമെന്ന് 5-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. പേരൻസും ചിൽഡ്രനും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. മാസ്റ്റേഴ്സ് ആൻഡ് ബോണ്ട് സെർവൻസ്, യജമാനന്മാരും ദാസന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. അവസാനമായി ക്രിസ്തീയ ജീവിതത്തിൽ നാം എങ്ങനെ പോരാടണം, നമ്മൾ എപ്രകാരം പോരാട്ടം കഴിക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. അത് ദ വാർഫെയർ ഓഫ് ദ ക്രിസ്ത്യൻ, 6-ാം അധ്യായം 10 മുതൽ 20 വരെ ഉള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. നമ്മളൊരു പോർക്കളത്തിലാണ്, നമ്മൾ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ പോരാട്ടമുണ്ട്. ക്രിസ്തീയ ജീവിതം അപ്രകാരമാണ്. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു, ഇപ്രകാരം പാടുന്നു, അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പൂരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ പ്രയാണകാലം പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം, നിൽക്കുന്ന നഗരം ഇല്ലിവിടെ, പോർക്കളത്തിൽ അത്രേ നാം നിൽക്കവേണ്ട, പോർ പൊരുത് യാത്ര തുടരാം. അതെ, നമ്മുടെ യാത്രയിൽ പോരാട്ടമുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകവുമായിട്ട് എടുത്തു പഠിച്ചത്. യോശുവയുടെ പുസ്തകത്തിൽ അവർ കനാൻ ദേശത്തേക്ക് കടക്കുവാൻ അവർക്ക് അക്ഷരികമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ സ്വർഗ കനാൻ, ആത്മീകമായി നമ്മൾ ആത്മാവിൽ നമ്മൾ പോരാടേണ്ടതിന് ആവശ്യമുണ്ട്. അപ്രകാരമുള്ള ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവസഭ, ദൈവമക്കളൊക്കെയും ആ പോർക്കളത്തിലാണ്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവിൽ നമുക്കത് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ആ പോർക്കളത്തിൽ നമ്മൾ പോർ പൊരുത് യാത്ര തുടരാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ നമുക്ക് മുമ്പായി കടന്നുപോയി ജയവീരനായി തീർന്നുവെങ്കിൽ അവന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് നമുക്കും ജയമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിലും ജയമുണ്ട്. അതിന്റെ കൺക്ലൂഷനാണ് 6-ാം അധ്യായം 21 മുതൽ 24-ാമത്തെ വാക്യം വരെ. സമയം കഴിഞ്ഞുവല്ലോ. ഞാൻ അതിൻ്റെ കൺക്ലൂഡ് ചെയ്ത് ഒരു വാക്യം ഒന്ന് വായിച്ച് വേഗത്തിൽ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഗ്രീറ്റിംഗ്സ് മാത്രം, അതിൻ്റെ തുടക്കത്തിലുള്ള
ഒന്നും രണ്ടും വാക്യങ്ങൾ മാത്രം വായിച്ച് കൺക്ലൂഡ് ചെയ്യാനായിട്ടായിരിക്കും. സമയം കഴിഞ്ഞുവല്ലോ. ഇവിടെ പറയുന്നു എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 1 and 2. അവിടെ പറയും, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. തീർച്ചയായും ഇവിടെ പൗലോസ് പറയുന്നത് ദൈവേഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ, അല്ലെങ്കിൽ അപ്പോസ്തലൻ എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം വൺ ഹൂ സെന്റ്, അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലന്റെ വാക്കിനർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നു ദൈവത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ, അപ്പം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അദ്ദേഹം എഫെസോസിലുള്ള, അപ്പൊ എഫെസോസിൽ എന്ന് പറയുന്നത് ആ എഫെസോസ് സഭ മാത്രമല്ല, എഫെസോസിന് ചുറ്റുമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യ മൈനറിലുള്ള ആ സഭ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ സഭകൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വലിയ അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങളിലും കാണുന്ന ഒരു ഗ്രീറ്റിംഗ് ആണിത്, ഗ്രേസ് ആൻഡ് പീസ്. കൃപയും സമാധാനവും അത് ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗ്രേസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രീക്ക് വേർഡ് കാരിസ് എന്നാണ്. പീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഷാലോം, അതാണ് ഗ്രീക്ക് വേർഡ് പീസ്. അപ്പം വാട്ട് ഈസ് ഗ്രേസ്? ഗ്രേസ് ഇസ് പീസ് വിത്ത് ഗോഡ്. കൃപയെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സമാധാനമാണ്. പിന്നെ ഷാലോം എന്താ? ഷാലോം ഓഫേഴ്സ് പീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സമാധാനമാണ് ഷാലോം ഓഫർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയും സമാധാനവും. അപ്പം ഗ്രേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള സമാധാനമാണ്. ഹല്ലേലൂയ, ദൈവവുമായിട്ട് നമ്മൾ സമാധാനത്തോടെ ആയിരിക്കട്ടെ. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു ഷാലോം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാധാനം നമുക്കുണ്ടാകട്ടെ. അപ്പൊ ദൈവവുമായിട്ട് നമ്മൾ സമാധാനത്തിൽ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവിക സമാധാനം ലഭിക്കത്തുള്ളൂ. ദൈവമക്കളെ, ഇന്ന് രാത്രി കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ എപ്രകാരമായിരിക്കുന്നു, ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിച്ചെങ്കിൽ, നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ദൈവിക സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് മനുഷ്യരുടെ ബന്ധത്തിലുമാകട്ടെ, ആരോടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കയ്പോ ഒരു വിദ്വേഷമോ ഒരു പിണക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല, അത് മാറിയെങ്കിൽ മാത്രമേ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ പൗലോസ് പറയാണ്, ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മുടെ മേൽ വരട്ടെ. അപ്പം നമ്മുടെ മേൽ അത് വരണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിച്ചതായിരിക്കണം. ആരെങ്കിലും ഇന്ന് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുമായി, എന്തെങ്കിലും ജീവിതത്തിൽ പാപസ്വഭാവങ്ങൾ കടന്നു വന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതിന് തടസ്സമായിരിക്കുന്ന ഏത് അവസ്ഥയാണെങ്കിലും നമുക്കത് മാറ്റിവെക്കാം. നമ്മൾ ദൈവസന്നിധി തിരുവത്താഴം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുമല്ലോ, ഹല്ലേലൂയ, ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയോടും നമ്മൾ ആയിരിക്കുന്നുവെന്ന്. അത് അപ്രകാരമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്പം പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവ സമാധാനം വാഴണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് ഇത് എവിടെ കിടന്നുകൊണ്ടാ പറയുന്നത്? പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കൈകൾ ആമത്തിലിട്ടിരിക്കാം, കാലുകൾ ആമത്തിലിട്ടിരിക്കാം എന്ന് എവിടെ നിന്നാണ് ഈ 4 ഈടുറ്റ ലേഖനങ്ങൾ അദ്ദേഹം എഴുതുന്നത്? അല്ലയാ, ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ ആ കഷ്ടത്തിലും ആ പ്രയാസത്തിലും ദുരിതത്തിലും ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുകയാണ്. നിങ്ങൾക്ക് ആ സമാധാനം ഉണ്ടാകട്ടെ, നാളെ എന്തായി തീരുമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ദൈവമക്കളെ, ദൈവഭക്തന്മാരൊക്കെയും ഈ കൃപ അനുഭവിച്ചിരുന്നു. ഹല്ലേലൂയ. നമ്മളും അത് അനുഭവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവകൃപ പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പത്രോസും ഇപ്രകാരമായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. അവൻ നല്ലവണ്ണം ഉറങ്ങി. ഹല്ലേലൂയ. അവന് നാളെ
യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടി അല്ലെ കൊന്നു. ഹല്ലേലൂയ. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായി. അല്ലെ ഹെരോദാവ് അടുത്ത ദിവസം അല്ലെ പത്രോസിനെയും കൊല്ലുവാൻ വെച്ചിരിക്കുക. എന്നാൽ അവൻ വളരെ ശാന്തമായി ഉറങ്ങി. എന്തുകൊണ്ടാ? ദൈവിക സമാധാനം അവന്റെ ഹൃദയത്തിൽ വാണു. അത് മാത്രമല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഭക്തന്മാരൊക്കെയും എത്ര വലിയ അല്ലെ ദാനിയേല് അല്ലെ സിംഹക്കൂട്ടിൽ എറിയപ്പെട്ടു. എന്നാൽ അവൻ അവിടെ ഹല്ലേലൂയ അവൻ അവിടെ നിലവിളിച്ചതായിട്ടൊന്നും പറയുന്നില്ല. ദൈവിക സമാധാനം അനുഭവിച്ചു. അവനെതിരെ തിരിഞ്ഞവർക്കെതിരെയും അവനൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആ ദൈവിക സമാധാനം അനുഭവിച്ചത്. ഭക്തന്മാരൊക്കെയും തടവറയിലും പ്രയാസത്തിലും അല്ല പത്മോസിന്റെ അവസ്ഥയിലൊക്കെ യോഹന്നാൻ കടന്നുപോയെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സമാധാനം അവരുടെ കൂടെ ഉണ്ടായിരുന്നത്, ദൈവത്തിന്റെ കൃപയും സമാധാനവും ഉണ്ടായിരുന്നത്. അവർ മറ്റുള്ളവരുമായി ദൈവവുമായി നിരപ്പ് പ്രാപിച്ചവരായിരുന്നു. ഹല്ലേലൂയ. നമുക്കും അപ്രകാരമായി തീരാം. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, കുറവുകൾ വന്നെങ്കിൽ ഹല്ലേലൂയ ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് മറ്റുള്ളവരുമായി നിരപ്പ് പ്രാപിച്ച് ഐക്യതയോടെ വിശ്വസ്തയോടെ അല്ലെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മളൊരു പോർക്കളത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ അത് പോർപൊരുത് യാത്ര ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗ്ഗപിതാവേ, നല്ല രാത്രി സമയത്തിനായി സ്തുതിക്കുന്നു. ബൈബിൾ പഠനത്തിനായി കടന്നു വരുവാൻ അടിയങ്ങളെ സഹായിച്ചുവല്ലോ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ആഗ്രഹത്തോടെ കടന്നു വന്ന് അവരെ സഹായിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവിടെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഒന്നിനും മുട്ടില്ലാതെ അവിടുന്ന് നടത്തണമേ. ദൈവസഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയെക്കുറിച്ചുള്ള പൂർണ്ണഹൃദയത്തിലേക്ക് വഴി നടത്തണമേ. ഒരു മാതൃകാ സഭയായി വിശുദ്ധിയോടെ അവിടുത്തെ വചനപ്രകാരം നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതൊന്നും വൃഥാവായി പോവാൻ സ്വർഗ്ഗടോരത്തിലെ ശത്രു ഞങ്ങളുടെ ആരുടെയും വിരുദ്ധ തിരിച്ചു കളയുവാൻ സ്വർഗവീട് വരുത്തില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അവിടുന്ന് എല്ലാം അറിയുന്നല്ലപ്പാ. ആരും അല്ലെ ഞങ്ങളെ നന്നായി അറിയുന്ന അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്മയ്ക്ക് തടസ്സമായി, അനുഗ്രഹത്തിന് തടസ്സമായി, അല്ലെ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടപോരുകളിന്മേലും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് അനുഗ്രഹിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വിശുദ്ധിയോടെ ദൈവകൃപയോട് മുന്നേറുവാൻ പ്രത്യാൽ സാമ്പ്രനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിനോട് സൗഖ്യമാക്കണേ. രോഗക്കിടക്കെ മാറ്റി വിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. റെയിൻസിന്റെ മാതാവിന് കൊടുത്ത സൗഖ്യത്തിനായ സ്തോത്രം പരിപൂർണമായി വിടുന്ന നൽകി ഞങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനപ്രധാന്റെ മാതാവിനെയും സഹായിക്കണമേ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കണമേ പ്രാർത്ഥിക്കുന്നു. നല്ല കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു. പിന്നെയും അനുഗ്രഹത്തോടെ വഴി നടത്തണമേ. ഞായറാഴ്ച നടക്കുന്ന സൺഡേ സ്കൂൾ എക്സാമിനായി വിശുദ്ധ സഭായത്തിനായ സ്തോത്രം അനുഗ്രഹമാക്കി തീർക്കണം. പ്രത്യാൽ ശനിയാഴ്ച നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സാമ്പ്രദായം അവിടെ സഹായിക്കണമേ. യാത്ര അനുഗ്രഹമാക്കി തീർക്കണമേ. മാതാവിന്റെ രോഗക്കിടക്കെ മാറ്റി വിരിക്കണമേ. ദൈവിക സൗഖ്യവും ആരോഗ്യം നൽകി സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും അല്ലെങ്കിൽ നമ്മളെ ആശുപത്രി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും അല്ലെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാം വരുവരെയും ലോകമ്പാടുള്ള വിശുദ്ധന്മാരോട് കൂടെ ഇപ്പോഴും കർത്താവിന്റെ രണ്ടാം വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. 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 ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.